വൺ, വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. അപ്പോൾ നമ്മുടെ കൊല്ല പരീക്ഷ ആനുവൽ എക്സാം ഇങ്ങ് എത്തിയിട്ടുണ്ട് അല്ലേ? മക്കളുടെ പഠിത്തമൊക്കെ എന്തായിട്ടുണ്ട്? റിവിഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ? അതോ 2-3 തവണയൊക്കെ റിവിഷൻ കഴിഞ്ഞ് ഇനി ഒന്ന് എക്സാം എഴുതിയാൽ മതി എനിക്ക് എന്ന് വിചാരിച്ചിരിക്കുന്ന കുട്ടികളാണോ? അപ്പോൾ എൻ്റെ പേര് അൻഷ. ഞാൻ ഇവിടെ എടുക്കുന്നത് സോഷ്യൽ സയൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്റർ ആണ് എന്ത്? ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് പ്രസന്റ്, അല്ലെങ്കിൽ ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ നമുക്കറിയാം, മക്കൾക്ക് അറിയുന്നുണ്ടാവും, നമ്മുടെ ആനുവൽ എക്സാമിൽ മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ അവസാന ഭാഗത്ത് നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് സാധാരണ കാണാറുള്ളത്. പിന്നെ അങ്ങനെ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞ് എല്ലാ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. പക്ഷേ കൂടുതൽ വരുന്ന എവിടെയായിരിക്കും? നമ്മുടെ അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം, അതായത് ഹാഫ് ഇയർലി എക്സാമിന് ശേഷമുള്ള പാർട്ടിൽ നിന്നായിരിക്കും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നത് അല്ലേ? അപ്പോൾ നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ആണ് എന്ത്? ജപ്പാൻ ഹിസ്റ്ററി ആൻഡ് ദ പ്രസന്റ്, അല്ലെങ്കിൽ ജപ്പാൻ ചരിത്രവും വർത്തമാനവും എന്ന് പറയുന്നത്. അപ്പോൾ മാം ഇവിടെ ചാപ്റ്റർ മുഴുവൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി വന്നതല്ല കേട്ടോ. നമ്മൾ ഈ ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട കുറച്ച് കോൺസെപ്റ്റ്സ്, കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി എന്ത് ചെയ്യണം? ബാക്കി മക്കൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുക തന്നെ വേണം. ഓക്കെ, അപ്പോൾ എന്താണ് മക്കളെ, നമ്മുടെ ഞാൻ ആദ്യം സ്ലൈഡിൽ കാണിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം, പിന്നെ മലയാളം മീഡിയവും കാണിക്കും കേട്ടോ. അപ്പോൾ ഡോൺ വെറി, ഞാൻ 2 സ്ലൈഡും കാണിക്കുന്നുണ്ട്. പറയുന്നത് പിന്നെ മിക്സ് ആയിട്ടാണ്, നമ്മൾ സംസാരിക്കുന്ന പോലെ തന്നെയാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ജപ്പാൻ എന്ന് പറയുന്നത് എന്താണ്? ജപ്പാൻ എന്ന് പറയുന്ന കൺട്രി, അവിടെ ഭരിച്ചിരുന്നത് ആരായിരുന്നു? അവിടെ ട്രഡീഷണലി ഉണ്ടായിരുന്നത് ചക്രവർത്തിമാരാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എംപയേഴ്സ് ആയിരുന്നു അവിടെ റൂൾ ചെയ്തിരുന്നത്. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ജപ്പാനിലെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ഫാക്ട്സ് നമ്മൾ പഠിക്കുന്ന ഒരു പട്ടിക, ഒരു കോളം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോളമാണിത്. കാരണം എന്താണ്, അവർക്ക് ഈസി ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു പോർഷനാണിത് അല്ലേ? അപ്പം നിർബന്ധമായിട്ടും മക്കൾ എന്ത് ചെയ്യണം? പഠിച്ചിട്ട് വേണം ഇത് പോവാൻ. അപ്പം നോക്കിക്കേ മക്കൾ, എന്താണ് ജപ്പാനിലെ ലിറ്ററേച്ചർ എന്തായിരുന്നു? സാഹിത്യം എന്തായിരുന്നു മക്കളെ? ഒന്ന് കളർ മാറ്റുന്നുണ്ടേ. ഓക്കെ, സാഹിത്യം അറിയപ്പെടുന്നത് എന്തായിരുന്നു ജപ്പാനിലെ? കോജിക്കി. ഓക്കെ ആണല്ലോ മക്കളെ? കോജിക്കി. ഓക്കെ, ജപ്പാനിലെ സാഹിത്യം അറിയപ്പെടുന്നത് കോജിക്കി. അത് കഴിഞ്ഞ് ഷിൻഡോയിസം എന്ന് പറയുന്നത്, നമ്മുടെ ജപ്പാനിൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് ഷിൻഡോയിസം എന്ന് പറയുന്നത്. ഈ ഷിൻഡോയിസം എന്താണ്? ട്രഡീഷണൽ റിലീജിയസ് ബിലീഫ് അല്ലേ? എന്താണ്? ജപ്പാനിലെ പരമ്പരാഗത വിശ്വാസമാണ് എന്ത്? പരമ്പരാഗത മതവിശ്വാസമാണ് ഷിൻഡോയിസം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? അത് കഴിഞ്ഞ് ജപ്പാനിലെ ഫുഡ് എന്താണ്? മെയിനായിട്ട് ജപ്പാനിലെ ഫുഡ് എന്താണെന്ന് പറഞ്ഞേ? ജപ്പാനിലെ ഫുഡാണ് ഗൊഹൻ എന്ന് അറിയപ്പെടുന്നത്. അത് മാത്രമല്ല, അവരുടെ മെയിൻ ഫുഡ് ഐറ്റം എന്താണ്? അവരുടെ മെയിൻ ഭക്ഷണ വസ്തു എന്താണ്? റൈസാണ്, അരി ധാന്യ ഭക്ഷണമാണ്. അപ്പോൾ അതിൽ വിളിക്കുന്ന പേരാണ് ഗൊഹൻ എന്ന് പറയുന്നത്. അതല്ലാണ്ട് വേറൊരു ഫുഡ് ഉണ്ടല്ലേ, ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള, മക്കളൊക്കെ ചിലപ്പോൾ കഴിച്ചാണ്. എന്താണ് അതിൻ്റെ പേര്? സൂഷി. സൂഷി എവിടുത്തെ ഫുഡാണ്? ജപ്പാനിലെ ഭക്ഷണമാണ്. ഓക്കെ ആണല്ലോ? ഇനി ജപ്പാനിലെ വസ്ത്രധാരണ രീതിയെ, ക്ലോത്തിങ്ങിനെ വിളിക്കുന്ന പേരാണ് എന്ത്? കിമോണോ. ഓക്കെ ആണല്ലോ മക്കളെ? കിമോണോയാണ് ജപ്പാനിലെ വസ്ത്രധാരണ അല്ലെങ്കിൽ ക്ലോത്തിങ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇനി മലയാളം മീഡിയക്കാരെ നോക്കിക്കേ. ജപ്പാനിലെ സാഹിത്യം എന്താ അറിയപ്പെടുന്നത്? പറഞ്ഞേ. കോജിക്കി അല്ലേ? ജപ്പാനിലെ ലിറ്ററേച്ചർ, സാഹിത്യം അറിയപ്പെടുന്നതാണ് കോജിക്കി എന്ന് പറയുന്നത്. ഇനി ഷിൻഡോയിസം എന്ന് പറയുന്നത് എന്താണ്? ജപ്പാനിലെ പരമ്പരാഗത മതവിശ്വാസമാണ്. അതുപോലെ ജപ്പാനിലെ ഭക്ഷണത്തിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഗൊഹൻ എന്ന് പറയുന്നത്. ജപ്പാനിലെ വസ്ത്രമാണ് എന്ത് മക്കളെ? കിമോണോ. കിമോണയല്ല, കിമോണോ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ? ഇത് നിർബന്ധമായിട്ടും പഠിച്ചു പോണേ. ഇത് 1 വേർഡ് ആയിട്ടും ചോദിക്കാൻ പറ്റും. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോവിങ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. ഈസി അല്ലേ? ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എന്ത്? മാം പറഞ്ഞു ആദ്യം, നമ്മുടെ ജപ്പാൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? എംപറേഴ്സ് ആണ്, അല്ലെങ്കിൽ ചക്രവർത്തിമാരാണ് ഭരിച്ചിരുന്നത് അല്ലേ? അങ്ങനെ ഈ ഒരു 12ാം നൂറ്റാണ്ടോടുകൂടി, ബൈ ദ 12th century, 12ാം നൂറ്റാണ്ടോടുകൂടി എന്ത് സംഭവിച്ചു? ദ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ കൺട്രി പാസ്ഡ് ഫ്രം ദ എംപറേഴ്സ് ടു ദ ഹാൻഡ്സ് ഓഫ് മിലിറ്ററി ലീഡേഴ്സ് നോൺ ആസ്
ഷോഗൺസ്. അപ്പൊ എന്താ മക്കളെ നോക്കിക്കേ, ചക്രവർത്തിമാരാണ് ജപ്പാൻ ഭരിച്ചിരുന്നത്. ജപ്പാൻ വാസ് റൂൾഡ് ബൈ എംപറേഴ്സ്. പിന്നീട് 12-ാം നൂറ്റാണ്ടോട് കൂടി എന്ത് സംഭവിച്ചു? 12-ാം നൂറ്റാണ്ടോട് കൂടി എന്ത് സംഭവിച്ചു? ഭരണം ഷോഗൺമാർ എന്നറിയപ്പെടുന്ന സൈനിക മേധാവികളുടെ കൈകളിൽ ഭരണം എത്തിച്ചേർന്നു. ഓക്കെ ആണല്ലോ. കൺട്രോൾ വാസ് പ്ലേസ്ഡ് അണ്ടർ ദ റൂൾ ഓഫ് ലോർഡ്സ് കോൾഡ് ഡെയ്മിയോ. ഓക്കെ, അപ്പോ ഈ ഒരു സൈനിക മേധാവികൾ അവരുടെ റൂൾ എന്ത് ചെയ്തു? പിടിച്ചടക്കി. അങ്ങനെ അവരുടെ തലവന്മാരെ എന്താണ് വിളിച്ചിരുന്നത് മക്കളെ? ഡെയ്മിയോ എന്നാണ് വിളിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഡെയ്മിയോ എന്നറിയപ്പെടുന്ന പ്രഭുക്കളായിരുന്നു എന്ത്? ജപ്പാൻ പിന്നീട് ചക്രവർത്തിമാരിൽ നിന്ന് പിടിച്ചടക്കിയിട്ട് ഭരിച്ചിരുന്നത്. ഓക്കെ ആണല്ലോ. അങ്ങനെ കമോഡോർ മാത്യു പെരി ആൻ അമേരിക്കൻ അറൈവ്ഡ് ഇൻ ജപ്പാൻ ഇൻ 1853. അപ്പോൾ നമ്മുടെ ചക്രവർത്തിമാരുടെ കയ്യിൽ നിന്ന് ജപ്പാന്റെ ഭരണം ആര് പിടിച്ചടക്കി? ഡെയ്മിയോസ് എന്ന് പറയുന്ന പ്രഭുക്കന്മാർ അല്ലെങ്കിൽ മിലിറ്ററി ആളുകൾ പിടിച്ചടക്കി. അങ്ങനെ 1853 കമോഡർ മാത്യു പെരി എന്ന് പറയുന്ന അമേരിക്കക്കാരൻ ജപ്പാനിലെത്തി. ഓക്കെ ആണല്ലോ. ദ ഷോഗൺസ് വേർ ഫോഴ്സിബിളി റിമൂവ്ഡ് ഫ്രം പവർ. അങ്ങനെ എന്ത് സംഭവിച്ചു? ഇവർ വന്നു. അങ്ങനെ ഈ ഷോഗൺമാരെ ഉണ്ടല്ലോ, അവരുടെ ഭരണം അവസാനിച്ചു. അവരെ റീപ്ലേസ് ചെയ്തു. എങ്ങനെയാണ് റീപ്ലേസ് ചെയ്തത് നോക്കിക്കേ. ഇൻ എ മൂവ്മെന്റ് ഇൻ 1868 ആൻഡ് ദ എംപറർ റിട്ടേൺ ടു പവർ. അപ്പോൾ 1868 നടന്ന നീക്കത്തിലൂടെ ഷോഗൺമാരുടെ ഭരണം അവസാനിച്ചു. ചക്രവർത്തി എന്ത് ചെയ്തു? ചക്രവർത്തി തിരിച്ചു വന്നു. അങ്ങനെ ചക്രവർത്തിമാര് ജപ്പാനിൽ തിരിച്ചെത്തിയ ഒരു ഭരണം തുടങ്ങി. ആൻഡ് ദ സിറ്റി ഓഫ് എദോ വാസ് ഡിക്ലയർഡ് ദ ക്യാപിറ്റൽ. ആ രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ട് എദോ എന്ന് പറയുന്ന നഗരത്തെ എന്ത് ചെയ്തു? പ്രഖ്യാപിച്ചു. എദോ നഗരത്തെ തലസ്ഥാനമാക്കി പ്രഖ്യാപിച്ചു. ഓക്കെ ആണല്ലോ മക്കളെ. ഇതിനെയാണ് എന്ത് പറയുന്നത്? മെയ്ജി പുനഃസ്ഥാപനം എന്ന് പറയുന്നത്. അതായത് ഷോഗൺമാരുടെ ഭരണത്തെ ഒഴിവാക്കിയിട്ട് വീണ്ടും ചക്രവർത്തിമാര് തിരിച്ചു വന്നതാണ് എന്ത്? മെയ്ജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തൊക്കെയാ നടന്നിട്ടുള്ളത് നോക്കിക്കേ മക്കളെ. 12-ാം സെഞ്ചുറിയോടുകൂടി, അതായത് 12-ാം നൂറ്റാണ്ടോടുകൂടി ചക്രവർത്തിമാരുടെ ഭരണത്തെ ഷോഗൺമാർ എന്ന് പറയുന്ന മിലിറ്ററി കമാൻഡേഴ്സ് എന്ത് ചെയ്തു? അവരുടെ സ്ഥാനം ഒഴിവാക്കിയിട്ട് ഷോഗൺസ് ആണ് പിന്നെ എന്ത് ചെയ്തത്? ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ ഷോഗൺമാരുടെ തലവനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡെയ്മിയോ എന്ന് പറയുന്നത്. അങ്ങനെ 1853 ആര് വന്നു? അമേരിക്കക്കാരനായിട്ടുള്ള കമോഡർ മാത്യു പെരി വന്നു. 1868 നടന്നിട്ടുള്ള ഒരു മൂവ്മെന്റിലൂടെ എന്ത് ചെയ്തു? ഈ ഷോഗൺമാരുടെ ഭരണത്തെ ഒഴിവാക്കിയിട്ട് വീണ്ടും ആര് വന്നു? ചക്രവർത്തി വന്നു. അങ്ങനെ ഈ ചക്രവർത്തി വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എദോ എന്ന് പറയുന്ന ഒരു നഗരത്തെ രാജ്യത്തിന്റെ തലസ്ഥാനമാക്കി. ഈ എദോ നഗരമാണ് മക്കളെ പിന്നീട് എന്തായത്? എദോ നഗരമാണ് പിന്നീട് ടോക്കിയോ എന്ന് പറയുന്ന സിറ്റി ആയത് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയ്ജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അവസാന ചാപ്റ്ററിൽ നിർബന്ധമായിട്ടും പഠിച്ചു പോകേണ്ട 2 പോയിന്റ്സ് ആണ് എന്ത്? ഒന്ന് മെയ്ജി റെസ്റ്റോറേഷൻ എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ജപ്പാന്റെ ട്രഡീഷണൽ ലിറ്ററേച്ചർ, അതായത് സാഹിത്യവും വസ്ത്രവും ഭക്ഷണവും അതുപോലെ തന്നെ അവരുടെ വിശ്വാസ രീതിയുമുള്ള ആ ഒരു കോളം എന്ന് പറയുന്നത്. ഇത് രണ്ടും നിർബന്ധമായിട്ടും പഠിച്ചു പോകണം. അതല്ലാണ്ട് നമുക്ക് എന്തുണ്ട്? കുറച്ചുകൂടെ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് കൂടെ നമ്മുടെ ചാപ്റ്ററിലുണ്ട്. അപ്പോൾ അത് മക്കൾ എന്ത് ചെയ്യണം? ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ട് അതും നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ചാപ്റ്റർ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം. ബൈ.